ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമുക്ക് തന്നേക്കണം ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് സ്കൗട്ടിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയുള്ള ചെടികളെല്ലാം സ്കൗട്ട് ചെയ്തിട്ട് ഗൈസ്, ഇപ്പോൾ ഹലൻ ഇവിടെ വന്ന് പൊട്ടാഷ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക പ്ലാന്റ്സിന്. ഈ സ്പ്രേയറിൽ നിന്നാണ് സ്പ്രേ ചെയ്യുന്നത്. ചെടികൾക്ക് പെട്ടെന്ന് ന്യൂട്രിയൻസ് എടുക്കാൻ വേണ്ടിയാണ്. യെസ്, ഇങ്ങനെ നൈസായിട്ട് അതിൻ്റെ മേലിൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. സാൻഡ്ര ഇവിടെ എന്താ പണിയില്ലാണ്ട് ചെയ്യുന്നത്? യെസ്, സാൻഡ്ര സ്കൗട്ടിങ് ചെയ്യാണ്. ഓൾറൈറ്റ്. ആയിഷ ചേച്ചി ഇവിടെ എന്ത് ചെയ്യുന്നു? മൈക്രോ ന്യൂട്രിയൻസ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ സ്കൗട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാൻഡ്രേനെ നമുക്ക് പോയിട്ട് ഹെൽപ്പ് ചെയ്ത് തരാം. ഇന്ന് ഇത്രയൊക്കെ പണി ഉണ്ടാവുമെന്ന് തോന്നുന്നു, ബിക്കോസ് ദിസ് ഇസ് ആ ലാസ്റ്റ് ഡേ ഹിയർ അറ്റ് എലാ ഗ്രീൻസ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അഞ്ചു മാൻ ഇതുവരെ എത്തിയിട്ടില്ല. അവർ കുറച്ച് നേരത്തിൽ വരുമായിരിക്കും. അലിനിപ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം. അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബെഡിലേക്ക് നീങ്ങി. ഇത് നമ്മുടെ ലൊല്ലോ റോസയാണ്. എൻട്രൻസ് ഭയങ്കര എൻട്രൻസ് ആണ്. വാതിലൊക്കെ പൊളിച്ചടക്കിയിട്ട് ഗുഡ് മോർണിംഗ്. ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ എന്താണ് അഞ്ജു? ബ്യൂട്ടിഫുൾ. അതെ അതെ അതെ, നല്ല സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടെന്ന്. എന്റെ റിംഗ് കണ്ടോ ഗൈസ്? അയ്യോ, എന്റെ പുതിയ റിംഗ് ആണോ? എനിക്കൊന്നുമില്ല മോതിരം ഒന്നും. നിങ്ങൾ ആരെങ്കിലും എനിക്ക് കുറച്ച് പൈസ തന്നിരുന്നെങ്കിൽ ഡൊണേഷൻ അഞ്ജുവിനുള്ള വേറെ മേടിച്ചൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ വേണേ ഡീറ്റെയിൽസ് നമ്പർ വരെ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ലീഫ് എടുത്ത് അതിന്റെ പുറകിൽ ആഫിഡ്സ് ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങളിത് കണ്ട് കണ്ട് മടുത്തു എന്നറിയാം. ഹായ്, ഹാർട്ട് ഷേപ്പ് ലീഫ്. വാവ് ഗൈസ്, നോക്കൂ, ഇത് യൂണിവേഴ്സൽ സൈൻ ആണോ? അവരവിടെ എന്തോ കൂട്ടസമ്മേളനം കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അവിടെ പോയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരാം. സ്കൗട്ടിങ്ങിന് ശേഷം സ്പ്രേയിങ്ങിന് ശേഷം നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. സോ ഈ കേലൊക്കെ ആകെ അഫിച്ച് വന്ന് പോയതാണ്. സോ അഞ്ചും സാൻഡ്രയും വൈഷ്ണവിയൊക്കെ കൂടി ഇതൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഹലോ ഗായ്സ്, സോ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. എന്താണ് എലാ ഗ്രീൻസിലെ ഇന്റേൺഷിപ്പിനെ പറ്റിയുള്ള നിന്റെ ആദ്യം ഫസ്റ്റ് അലൻ. നല്ല അഭിപ്രായമാണ് ഗൈസ്. ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് നമുക്കൊരു തേങ്ങ അറിയില്ലായിരുന്നു. ഇപ്പം എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് പറയാൻ പറ്റും. പിന്നെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈഡ്രോപോണിക്സ് ചെയ്യാൻ പറയാനുള്ള ഇച്ചിരി ബുദ്ധി വന്നു. ഇവിടെ ഒരു ജോബിന് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ കയറുമോ? കിട്ടുകയാണെങ്കിൽ വേറെ പണിയിലാണ്ടിരിക്കുമ്പോൾ കയറും. 10 രൂപ ആണെങ്കിൽ നമ്മൾ 10 മേടിക്കണമല്ലോ. ശരിയാ, വെറുതെ വീട്ടിലിരിക്കാനായിട്ടും നല്ല വന്ന് പണിയെടുത്ത് 10 രൂപ നമ്മൾ സമ്പാദിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, സോ നെക്സ്റ്റ് ഏഞ്ചലൻ സാരസോണി. ഏഞ്ചലൻ പറയൂ. ഏഞ്ചലൻ ആൻഡ് വൈഷ്ണവി, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? അത് പറ്റത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ലാസ്റ്റ്. ഹൈടെക് ഫാമറാണ് ഞാൻ. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. അതെ, വർക്കലയിൽ ഞാനൊരു ഹൈടെക് ഫാം തുടങ്ങുന്നതായിരിക്കും. അവിടെ സഫിഷ്യന്റ് വാട്ടർ ഉണ്ട്. ഫ്രഷ് വാട്ടർ ആണോ? ഫോസ്ഫറിക് ആസിഡ് എല്ലാം കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ലൈക്ക് കുറെ ന്യൂ ടെക്നോളജീസ് പഠിക്കാൻ പറ്റി. ഇതൊന്നും കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയൊന്നുമില്ല. അപ്പം ഇന്നലെ എൻ്റെ അപ്പം ചോദിച്ചോളൂ, നിങ്ങൾ കോളേജിൽ എന്താണ് പഠിക്കുന്നത്? അപ്പം അതിനെക്കുറിച്ച് എനിക്ക് ലൈക്ക് NFT ഒക്കെ പഠിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് NFT കാണാനും NFT ന്യൂട്രിയൻസ് ആഡ് ചെയ്യാനും എല്ലാം പഠിച്ചത് ഇവിടെ നിന്നാണ്. കോളേജിൽ നിന്ന് കിട്ടിയൊന്നുമില്ല. സാൻഡ്ര, എനി പോയിന്റ്സ് ടു ആഡ്? ഇല്ല, ഞാൻ അഞ്ചു അലനും പറഞ്ഞതിനോട് ഭയങ്കര യോജിക്കുന്നു. വൈഷ്ണവി യോജിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനും യോജിക്കുന്നു. സോ എനിക്ക് ബേസിക്കലി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഹൈഡ്രോപോണിക്സ് എന്തായിരുന്നു എന്ന്. ഇവിടെ വന്നേ പിന്നെയാണ് മനസ്സിലാവുന്നത് എങ്ങനെയാണ് സംഭവം, എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഹൈഡ്രോപോണിക്സ് ഇത്രയും നല്ല കാര്യമാവുന്നത്.
ബാക്കില് എൻ്റെ ബാക്കിൽ കാണുന്നത് മൈക്രോ ഗ്രീൻസ്, ഇവിടെ ഉള്ളത് ബേസിൽ. സോ ഇതേതാ? ഫെനുഗ്രീക്കിന്റെ മൈക്രോഗ്രീൻസ്. ഇത് ഫെനുഗ്രീക്കിന്റെ മൈക്രോ ഗ്രീൻസ് ആണ്. പാട്ടൊക്കെ പാടി എന്റെ So will പാട്ട് കേൾക്കണമെങ്കിൽ കമന്റ് ബില്ലോ. will you guys miss this place? കുറച്ച് പട്ടിപ്പണി ഉണ്ടായിരുന്നു. ഐ മീൻ തിരിച്ച് കോളേജിലാണ് പോകുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഇവിടെ മിസ് ചെയ്യുന്നത്. ഗൈസ്, നമ്മുടെ പണി എന്ന് പറയുന്നത് ബേസിൽ ഇതിൻ്റെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് വെള്ളത്തിൽ വെച്ച് അത് റൂട്ട് വന്നതിന് ശേഷം അവർക്ക് നടാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. സോ കട്ട് ചെയ്ത പീസസ് ഇവിടെയുണ്ട്. അതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണ് ഗൈസ്. എല്ലാരും ഹൈ പറയാവാ? ഹൈ പറ വ്ളോഗില്. വ്ളോഗിൽ ഹൈ പറ. Attitude Queen is back. ആശ്രയ എവിടെ? അബി ആശ്രയം. എന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കാണും. അടുപ്പ് കാണുന്നില്ല എല്ലാരെയും. എന്താ വർക്ക് കഴിഞ്ഞു? ഇന്നും കൊണ്ട് കഴിയുമല്ലേ? ഗൈസ്, സോ നമ്മൾ പണിയെടുത്തോണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് കണ്ണൂർ സ്ക്വാഡ് ഗ്യാങ് നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റും. അങ്ങനെ വീഡിയോ കോളിന് ശേഷം നമ്മൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ച ശേഷം നമുക്ക് അടുത്ത ടാസ്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓയാസിസ് ക്യൂബിലേക്ക് നമുക്ക് സീറ്റ്സ് ഇടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. സോ ഞാൻ പാലക്കൻ്റെ സീറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 3 പേരും കൂടി ഇവിടെ നമുക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള റിപ്പോർട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഡേ ആയതുകൊണ്ട്. Okay guys, so നമ്മുടെ internship in LA Greens is over. Sorry guys. Hi guys. Still no, everything is over. ഇനി ബാക്കി അഞ്ചു പറയും. The main vlogger. എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ 5 മിസ് ചെയ്യും. ഞാൻ നാളെ വരും വ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇല്ല, അലൻ ഇനിയും വ്ലോഗ് എടുക്കും. അലൻ നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. കോളേജ് ചെന്നാലും വ്ലോഗ് എടുക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെ കാണത്തില്ലെങ്കിലും കാണും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നായം പോലെ വരും അല്ലേടാ? ആ കുട്ടീനെ ഞാൻ കണ്ടില്ല. ഒന്നും പറയാനില്ല. എന്റെ വായ കടിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? Okay guys, so that's it. Bye. We'll miss you guys. Don't miss us. You have to miss us. Sure. എല്ലാരും പ്രത്യേക ശ്രദ്ധിക്കുക. അഞ്ചൊന്നും കുളിച്ചിട്ടില്ല. രാവിലെ പല്ലിച്ച പേസിന് ബാക്കി സെൻസേർഡ്. നമ്മളങ്ങനെ തിരിച്ച് മാമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് പോട്ടുകൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ ചെടിച്ചട്ടകളുണ്ട്. സോ ചെടിച്ചട്ടകളിൽ തൈകളും ഉണ്ട് കേട്ടോ. സോ ഈ തൈകളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. സോ എന്തായാലും അതിൻ്റെ പണിയിലാണ്. അത് ഇവിടെ അവരൊന്നും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ തൈകൾ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് ഇവിടെയുണ്ട് കുറച്ച് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ തൈകളൊക്കെ സെറ്റ് ചെയ്ത ശേഷം റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് നമുക്ക് അവിടുത്തെ വ്ളോഗ് ഫൈനൽ ഡേൻ്റെ വീഡിയോ അയച്ചു തന്നിരിക്കുന്നത്. സോ അതും കൂടി ആഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ അതും കൂടി കാണുക. കുറേ ദിവസമായി എല്ലാവരും ചോദിക്കുന്നു കണ്ണൂർ സ്ക്വാഡിൻ്റെ അനക്കമില്ലല്ലോ നിങ്ങൾ ഇപ്പോൾ കണ്ടു. നമ്മൾ ഇന്ന് ലാസ്റ്റ് ഷോപ്പിംഗ് മോൾ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഇൻഡസ്ട്രിയിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. അയ്യോ, അത് പൊട്ടിലാണോ? ഗൈസ്, നമ്മളിപ്പോൾ
എവിടെ പോവാണ്? നമുക്ക് ലാസ്റ്റ് ഡേ വന്നപ്പോ ഫുള്ള് പണിയായി guys. ഇതൊരു ഒരു പണി ഉണ്ടായിട്ടില്ല. ഇന്ന് നമുക്ക് പണി. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പ്രിന്റ് എടുക്കാൻ വേണ്ടിട്ടാണ്. സോ നമ്മളെല്ലാരും ബാക്കിലുണ്ട് കാറില്. പുതിയ സ്മോക്കി ആയ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് കോമന്റ് ഇവർ വന്നിട്ട് അഭിനവാണ്. ഒരു സർപ്രൈസ് ഉണ്ട്. അവരുടെ കോ പാസഞ്ചർ കുറച്ച് സീക്രറ്റ് ആണ് കാണിക്കാൻ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആരാണെന്ന് അറിയണോ? കൈ മാത്രമേ കാണിക്കാൻ വിടുന്നുള്ളൂ, ബാക്കി കാണിക്കാൻ വിടുന്നില്ല. ഇവിടെ ഉണ്ട് 1 2 3 4 ഇത് 5ാമത്തെ ഒരാൾ കാണുന്നില്ല. അതാരാ കണ്ട? നീ ആ കുട്ടിയോട് പറഞ്ഞിട്ടോ ഇറങ്ങിപ്പോവാൻ. മനസ്സിലായി? ഒരു അത്ര ബന്ധമുണ്ട്. അങ്ങനെയാന്ന് വെച്ച്. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ ജെറോക്സ് എടുത്തിട്ട് വരുന്നതാണ്. ബൈ. സീറ്റ് ബെൽറ്റ് മോള് കണ്ടോ? ഇപ്പൊ കണ്ടില്ലേ? ആ കുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സീറ്റ് ബെൽറ്റ് ഇടാൻ. ഗൈസ്, ഇതാണ് കണ്ണൂർ. ഇതാണ് പെർളശ്ശേരി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഓക്കെ, ഹലോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. വീട്ടില് അല്പം സമയം കിട്ടുമ്പോൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഞാൻ അനുവിന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കാം. അനു, നമ്മൾ ഡെയിലി പിസ്ത വെച്ച് എന്താവും? ഇതാണ് അഭിനന്ദനം. ഉള്ളിൽ കാണിക്കായിരുന്നു. ഇതല്ലേ പഠിച്ചു പഠിച്ചു. ഗൈസ്, അപ്പോൾ ഇത് അബിയുടെ വീട്ടിലുള്ള കിളിയാണ്. കിളി ഇതേ മുട്ടയിട്ടിട്ട് കുഞ്ഞ് വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് കണ്ണൂരേക്ക് പോകാനല്ലേ. ഗൈസ്, അപ്പോൾ അങ്ങനെ ചട്ടികളും കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. സോ എന്തായാലും വേർത്ത് കുളിച്ച് രാത്രിയപ്പോഴും ഫുള്ള് കൊതുക് ഇരുട്ടായി തുടങ്ങാറായത്. അതായത് നിറച്ച് കൊതുകാണ്. സോ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താണ്. സോ എന്തായാലും നാളെ രാവിലെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നതായിരിക്കും. കാരണം നാളെ വൈകിട്ട് നമുക്ക് തിരിച്ച് കോളേജിൽ പോകാനായിട്ടുള്ള ട്രെയിൻ ഉണ്ട്. സോ അതിന് പിടിക്കണം. സോ എന്തായാലും നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ വീഡിയോ പ്ലേ വ്ളോഗ് വരുന്നത് എല്ലാവർക്കും ബൈ.